ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങുകയാണ്. നല്ലൊരു കടയിലേക്ക്, നല്ല പറഞ്ഞാൽ ഒരു ലോക്കൽ ടച്ചുള്ള കടയിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞപ്പം അയാൾ തിരിച്ച് ഏകദേശം ഇതിന് വേണ്ടിയിട്ട് ഒരു 5 കിലോമീറ്റർ 4-5 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിലെത്തിയിട്ടുണ്ട്. ഇതൊരു നൂബിയൻ പാലസ് എന്ന് പറഞ്ഞൊരു കടയാണ്. അത്യാവശ്യം ലോക്കൽ ടച്ച് ഉണ്ട്. അസ്സലാമു അലൈക്കും. ഇവിടെ ഇരിക്കാം. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഉള്ളിലും സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഐ വോണ്ട് ടു ഷോ മൈ സബ്സ്ക്രൈബേഴ്സ് ദ ഇൻസൈഡ്. ഇതാണ് ഇവിടുത്തെ അകത്തെ ഒരു ഇരിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെ ഇരിക്കാൻ കാര്യങ്ങളൊക്കെ സ്ഥലമുണ്ട്. അയ്യോ വേണ്ടോ, ഇവിടെ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കുക, അതാണ് നല്ലത്. അത്യാവശ്യം തണുപ്പുണ്ട്. അയ്യോ മെസ്സിൻ്റെ ഫോട്ടോ കണ്ടല്ലോ. പിന്നെ ഈജിപ്ഷ്യൻ, ഇങ്ങനത്തെ ചായക്കടയിലൊക്കെ ഈജിപ്ഷ്യൻ്റെ പഴയ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടാവും. വാട്ട് ഈസ് ദിസ്? This is healthy drink. Oh. Taste it. What is the ingredients? Georgian, you know Georgian? Georgian. Okay. Georgian, cinnamon, anise, mix. Okay. You drink. Because me. Oh. If you want to stop, you want to stop this. Mama, this is. I'm sad about the 400 what I pay. I'm crazy about it. So you don't worry about that. I will deal it. No problem. ഇയാളെ 400 പൗണ്ട് അതിന് ടെൻഷൻ അടിച്ചു ഉത്തരക. 400 പൗണ്ട് പറഞ്ഞാൽ ഒരു 550-600 രൂപ. പക്ഷേ അയാളെ ഇന്നത്തെ ഒരു വരുമാനമായിക്കാരം അത്. ഈ ഒരു കാർ എടുത്ത് അതിൽ എണ്ണ അടിച്ച് എണ്ണ കൊണ്ടുപോകുമ്പോൾ താങ്ക് യു ഉള്ളൊരു ലാഭമായി കയറും. പക്ഷെ അത് ഫൈന് പോയി. അതിൻ്റെ ടെൻഷനിലാണ്. ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അയ്യോ ചൂടി മധുരം വേണം. ഇവിടെ മധുരം പിന്നെ ഇങ്ങനെ പാത്രത്തിൽ തരുന്നുണ്ടാവുക. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിടാം. I need more sugar. No. You like Egyptian? You like Egyptian, really? Egyptians drink so much sugar. Me, half a spoon. Wow. Little. Sometimes without. Yo. Egyptian drink more sugar. Sugar can drink 4 or 5 sugar. And I say to him, how? This is so sweet. So Egyptian don't have the problem of sugar problem? Some people like sugar. Some people don't. No. The problem of sugar, diabetics or anything. Wallah, we leave everything by Allah. What come to you, it's come. Everyone, we think his time. പറയണേ അതൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും വരും. തിന്നാൻ കൂടി ചെന്നിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയണത്. എന്നാൽ കുറച്ചുകൂടി മനസ്സിലായിടാ. ഒക്കെ എന്നോ ഷുഗർ ആവേണ്ട സമയമായിട്ടുണ്ട്. അത്രയും ആയിട്ട് മധുരം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാണ് അതൊന്നായിട്ട് വരുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ച് നമ്മളെല്ലാം ഇവിടുന്ന് നീങ്ങാണ്. നമ്മൾ കിങ്സ് ഓഫ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. പണ്ടത്തെ ഫറവന്മാരൊക്കെ കുഴിച്ചിട്ടിരുന്ന സ്ഥലം. അത് കാണാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുണ്ടോ ആ മലയുടെ ഏതോ ഭാഗത്തേക്കൊക്കെയാണ് പോകാനുള്ളത്. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പം കിങ്സ് വാലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അങ്ങോട്ട് പോകുമ്പോഴുള്ള മനോഹരമായ കാഴ്ചയാണിത്. ഒരുപാട് മലകൾ ഇങ്ങനെ പല രൂപത്തിൽ പൊളിഞ്ഞും പല രൂപത്തിൽ ഷെയ്പ്പായും പലതും മുറിച്ചും ഒക്കെ ഉള്ള ഒരവസ്ഥ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ എത്ര വലിയ മലകൾക്കിടയിലൂടെയാണ് ഈ ഒരു റോഡ് പോകുന്നത് കണ്ടോ. നമ്മൾ മൈസറ പോയപ്പോഴൊക്കെ ഇതുപോലെ മലകളും മറ്റൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഇത് കുറച്ചും കൂടി അടുത്ത് ഉള്ള ഒരു മലകളായിട്ടാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുണ്ടോ ഇതൊക്കെ എത്ര ഹൈറ്റിലാണ് ഓരോന്ന് നിൽക്കുന്നത്. ക്യാമറയിൽ കാണുമ്പം അതിൻ്റെ ഒരു പകുതി ഫീലേ വരുന്നുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഡബിളാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വലുപ്പം. ഏതായാലും നമുക്കിനിയിപ്പം കിങ്സ് വാലിയിലേക്കാണ് പോകുന്നത്. ഫറവോമാരുടെ ഖബറുകളുള്ള സ്ഥലം, ഫറവോമാരെ കുഴിച്ചു മൂടിയിരുന്ന സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോകുന്നത്. വിശാലമായ ഒഴിഞ്ഞ ഏരിയയിലൂടെയാണ് ഇപ്പം ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ നിന്ന് വേറെ വണ്ടിയിലൊക്കെ പോകണം എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. എന്തായാലും പോയോക്കട്ടെ.
സോ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തുള്ള പോലെ തന്നെ. സോനിയേഴ്സ് ടൂറിസ്റ്റിനെ ആകർഷിക്കാവുന്ന സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന കടകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ മേൽക്കൂരൊക്കെ ഉണ്ടാക്കിയത് മരം കൊണ്ടാണ്. കടകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിഞ്ഞ ഏരിയ, കുറച്ചുകൂടിയും പോയിട്ടായിരിക്കും ടിക്കറ്റ് എടുക്കേണ്ടത് മിക്കവാറും. ഇതാണ് മർക്കസ്. ഓക്കെ ഓക്കെ താങ്ക് യു. മൂപ്പര് ഉള്ളിൽ കയറുന്നില്ല, മൂപ്പര് തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും ഉള്ളിൽ പോട്ടെ, മൈക്കൊക്കെ എടുത്താക്കട്ടെ. ഫ്രം ഇന്ത്യ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കേട്ടോ. ഇവിടെ ടിക്കറ്റ് എത്രയാണോ? 750 പൗണ്ടാണ്, 1289 രൂപയാണ് ഇങ്ങോട്ട് ടിക്കറ്റിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് എൻട്രൻസ് ആണ്, പിന്നെ അതിൽ എക്സ്ട്രാ തൂത്തൻഖാമൻ്റെത് അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഞാൻ ഏതായാലും അത് കൊടുത്തിട്ടില്ല. ഞാൻ എൻട്രൻസ് മാത്രം കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുവരാമെന്ന് കരുതിയിട്ടാണ്. അതിനാണ് ഇപ്പം ഈ 750 പൗണ്ട് 1200 രൂപ വരുന്നത്. അപ്പം എത്ര ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് ചാർജ്? നമ്മൾ എൻട്രൻസ് കടന്നാൽ നമുക്ക് ഈ വണ്ടിയിലേ വരാൻ കഴിയുള്ളൂ. അതിന് വേറെ ടിക്കറ്റ് കൊടുക്കണം, അതിന് 20 പൗണ്ട്. ആ വണ്ടിയിൽ വരണമെങ്കിലേ കുറച്ച് ദൂരെ കൊണ്ടുവരണുള്ളൂ, 20 പൗണ്ട് വെറുതെ കൊടുക്കണം. നമ്മളിപ്പോൾ ആ ഭാഗത്തു നിന്നാണ് വന്നത് കേട്ടോ. ഇനി ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അതിലൂടെ കയറി വെക്കാം. ഒരുപാട് യൂറോപ്യൻസും ഒരുപാട് വിദേശികളാണ് ഇവിടെ ഉള്ളത്. യെസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇതൊക്കെ ഗൈഡ് വിശദീകരിച്ചു കൊടുക്കാം കേട്ടോ. ഇത് റാംസിസ് 4 എന്ന ഫിറഔനെ മറ ചെയ്തിരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഭംഗി നോക്ക്, എത്ര വൃത്തിയിലാണ് ഇവർ ഇതൊക്കെ കൊത്തുപണി ചെയ്തിട്ടുള്ളത്. എന്തൊരു മനോഹരമാണ് കാണാനെന്നോ. വാവ്, ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. ഇതിൻ്റെ മുകളിലുള്ള കളറിങ്ങും സൈഡിലുള്ള കളറിങ്ങും ഇതിൻ്റെ കൊത്തുപണികളൊക്കെ എന്ത് മനോഹരമാണെന്നോ. എൻ്റെ പൊന്നെ, ഇതിലൂടെ ഉള്ളിൽ പോയിട്ടാണ് ഇയാളെ ഇതിലുള്ളൊക്കെ ഇത് കണ്ട് ഇതിലുള്ളൊക്കെ ചിത്രം വരച്ചത് എന്ത് മനോഹരം നോക്ക്. ഇതാണ് അദ്ദേഹത്തെ മറമാടിയിരുന്ന കഫീൻ എന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഉള്ളിലായിരിക്കും. അൽഹംദുലില്ലാ ഹിന്ദ് ശുക്രാൻ. തലകെട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പറയണത്. അതുണ്ടോ? അപ്പം ഇതിനകത്താണ് അദ്ദേഹത്തെ മറമാടിയിരുന്നത്, ഈ കല്ലിൻ്റെ ഉള്ളിൽ. ഇതുണ്ടോ, അത്ര വലിയ ഒരു കല്ലിൻ്റെ ഉള്ളിലാണ് ഇത് മറമാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബോഡി, അയാളുടെ ബോഡിയാണ് ഫിറോൻ്റെ. അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒക്കെ വിശ്വാസികളായിരുന്നു. ഇതിൻ്റെ ഉള്ളൊരു ഡെപ്തൊക്കെ നോക്കി, കളറിങ്, ഇത് ഓരോ ചിത്രങ്ങൾ എന്തൊരു ഭംഗിയിലാണ് ഇവർ കൊത്തിണ്ടാക്കിയിരുന്നത്. ഇതൊക്കെ അന്നത്തെ ആളുകളെ ചൂഷണം ചെയ്തും അടിമ പണിയെടുപ്പിച്ചും കലാകാരന്മാരെ മൃഗങ്ങളെ പോലെ പണിയെടുപ്പിച്ചുണ്ടാക്കിയ സാധനമായിരിക്കും. ഇവർ കിരീടത്തിൻ്റെ അടിയിലേക്കൊരു താടി പോലൊരു രൂപം ഉണ്ടാവും. അത് പല ചിത്രങ്ങളിലും കാണാൻ പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് വന്നു. പിന്നെ അവിടെ ഒരു ഖബറും കൂടി ഉണ്ട്. അതിലുള്ളവരൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. മമ്മികളെ മമ്മിഫിക്കേഷൻ ചെയ്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം ഇപ്പം പല മ്യൂസിയത്തിലാണ് അവരുടെ ബോഡികളുള്ളത്. അപ്പോൾ അവരെ അടക്കിയ സ്ഥലം മാത്രമേ കാണാനുള്ളൂ, ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ബോഡികളെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കയറാൻ പറ്റുമോ അറിയില്ല. നമുക്ക് എല്ലാത്തിലേക്കുള്ള ടിക്കറ്റ് ഇല്ല, പോയി കാണിച്ചു നോക്കാം. എല്ലാത്തിലേക്കും ടിക്കറ്റ് എടുക്കാൻ 3600 പൗണ്ടാണ്. നാട്ടിലൊരു 6000-ൻ്റെ മേലായി. ഈ മഞ്ഞ രൂപത്തിലുള്ള മണ്ണാണ് ഇവിടെ മൊത്തമുള്ളത്. നല്ല രസമാണ് ഇതിങ്ങനെ കാണാൻ. ഇതിനകത്തുള്ള നിർമ്മാണവും ഈ ഒരു മണ്ണിൻ്റെ ടച്ച് ഉണ്ടായതുകൊണ്ട് ഒരു ഗോൾഡൻ കളർ ടച്ച് ഉണ്ട് ഉള്ളിൽ. ഇനി ഇയാളുടെ മെറീൻ പാത്ത് എന്ന ഫറോവൻ്റെ ഖബറാണ് കാണാൻ പോകുന്നത്. ഇതിങ്ങനെ സ്റ്റെപ്പ് അടിയിലേക്ക് ഇറങ്ങിയിട്ട് വിശാലമായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ വീഴാതിരിക്കാനൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുമ്പിട്ട് പോകണ്ടാത്തതുകൊണ്ട് നല്ല സുഖമാണ്. ഇത് ഇവരെന്നെ ഈ ഹൈറ്റിലാണ് ഉണ്ടാക്കിയത്. പിന്നെ എക്സ്കവേഷനിൽ വലുതാക്കിയതല്ല, കാരണം ഇതിൻ്റെ മുകളിലൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം അടിയിലേക്ക് നടക്കാനുണ്ട്. കയറുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിരുമ്പോൾ ശ്രദ്ധിക്കണം. ചില സ്ഥലത്ത് പരന്ന സ്ഥലമാണ്, ചിലയിടത്ത് ഗ്രിപ്പുണ്ട്, അങ്ങനെയൊക്കെ സംഗതികളുണ്ട്. വഴുക്കിയാൽ തലയും കുത്തി പോവുന്നുണ്ട്. 19ാം രാജഭരണത്തിലെ 4ാമത്തെ ഫറോവയായിരുന്നു ഇതിനുള്ളിൽ കടന്നിരുന്നത്. അടിയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെയും ഫുൾ ഡിസൈനുകളും കാര്യങ്ങളാണ്. ഇവിടെയും ഒരുപാട് ലേഡീസിൻ്റെയും പാമ്പുകളുടെ ഒക്കെ ഉള്ള ചിഹ്നങ്ങളും ഡിസൈനുകളൊക്കെ ഉണ്ട്. ഫിറോവൻ ഈജിപ്തിന് ഏകദേശം 10 വർഷം ഭരിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പം പിന്നെയൊരു ഓപ്പൺ ഏരിയ കാണുന്നുണ്ട്. ഇവിടെ ഒരു
മമ്മിഫിക്കേഷൻ്റെ സ്ഥലമായിട്ട് തോന്നുന്നു. ഒരു കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലൊരു ഹോളുണ്ട്. ഇവിടെ അല്പം ആരെങ്കിലും ബോഡികളുണ്ടാവും, അല്ലെങ്കിൽ ആ ഫറോവയുടെ ധനമോ മൃഗങ്ങളൊക്കെ മമ്മിഫിക്കേഷൻ ചെയ്ത സ്ഥലമായിരിക്കും. പിന്നെ അടിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഫിറോവനെ അടക്കം ചെയ്ത സ്ഥലം കാണുന്നത്. ഇവിടെ അധികം ഡിസൈനുകളൊന്നും ഇപ്പം കാണുന്നില്ല. ഇനിയിപ്പം അത് പോയതോ എന്താ അറിയില്ല, കാലപ്പഴക്കം കൊണ്ട്. ഇവിടെ വരുമ്പം വാസ്റ്റായിട്ടുള്ള വിശാലമായൊരു ഓപ്പൺ ഏരിയയാണ്. അതിനകത്താണ് ഈ ഒരു കുഴിച്ചിട്ട സ്ഥലമുള്ളത്. ഓക്കെ, ദിസ് വേ. താങ്ക് യു. ഓക്കെ, സൂപ്പറിനെ ഇതിൻ്റെ മുകളിൽ കയറ്റിട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ, ഇദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലമാണ് ഈ കല്ലും ഈ മമ്മിയും. അയ്യവ, ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലായിരിക്കും, ഈ കല്ലിൻ്റെ ഉള്ളിലാണ് ആ ബോഡി വെച്ചിരുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ വലിയൊരു ബോക്സ് ഉണ്ട്. ഓ, ഇവിടെയും ഒരു ഓപ്പൺ, ഇതിനകത്തൊക്കെ ലോക്ക് ചെയ്തൊക്കെയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലായിരിക്കും ബോഡി ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും ഫറോവയുടെ ബോഡി ഉണ്ടാവുക. ഇതുണ്ടോ, ഇതിനകത്തെ ഇപ്പം കാലിയാണ്. ബോഡിയൊക്കെ എടുത്തുകൊണ്ട് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ഓ, ഇത്ര വിശാലമായൊരു സ്ഥലത്താട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹാള് കണ്ടോ, ഈ റൂമൊക്കെ കണ്ടോ. ഇതൊക്കെ അയാളുടെ പണവും മൃഗങ്ങളെയും ഒക്കെ സ്വത്തുക്കളും കസാലകളും. തൂത്തങ്കാമൻ്റെ ഖബറിന്ന് കസാല, മൃഗങ്ങൾ, വിലപിടിപ്പുള്ള സ്വർണ്ണങ്ങൾ, രത്നങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇവർ മരിക്കുമ്പം ഇതിനോടൊക്കെ ചേർത്ത് വെക്കും. ഇവിടെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊത്തുപണികൾ കണ്ടോ, പാമ്പിൻ്റെ തല. എല്ലായിടത്തും പാമ്പിൻ്റെ തല ഉണ്ടാവും. അയ്യോ നോ അയക്കനോ, ഉള്ളിലേക്ക് വരാൻ പറയണ്ട, ആകെ പൊടിഞ്ഞോളി. അയ്യോ, താങ്ക് യു. ഇവിടെയൊക്കെ ഈ ഇവരെ ബോഡി വെച്ച ആ കല്ലിന്മേൽ തന്നെ ഇഷ്ടംപോലെ ചിത്രങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ തന്നെ എത്ര സമയം എടുക്കൂലേ, എൻ്റെ പൊന്നോ. ഇതിനുള്ളിലെ അടക്കിയ ഫറോവ ഉണ്ടല്ലോ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിർഔനിൻ്റെ 13ാമത്തെ മകനാണ്. 13ാമത്തെ മകൻ. കേവലം 7 വയസ്സിലാണ് ഇവന് രാജഭരണം കിട്ടിയത്. അപ്പം നമ്മൾ തിരിച്ചു പോവാണേ. ഇനി ഉണ്ടോ, ഇത് മൊത്തം കയറണം. ഓഹോ, നല്ല ഹൈറ്റുണ്ട്. എന്നാലും ദഹ്ഷൂറിലുള്ള പിരമിഡിൻ്റെ അത്ര റിസ്ക് ഇല്ല. അത് കുമ്പിട്ടാണ് പോകേണ്ടത്. ഇത് നേർന്ന് നിന്ന് നടന്നിട്ട് രണ്ടാൾക്ക് നടക്കാനുള്ള 2 ഹൈറ്റ് ഉണ്ട്. ഇത് ഫൈനലി അതിൻ്റെ പുറത്തുനിന്ന് കിതക്കുക. എത്രങ്ങാനും സ്റ്റെപ്പ് കയറിയെന്നോ. തൂത്തൻഖാമോൻ്റെ ഖബറ്. ഈ ഒരു ഖബറാണ് അവസാന കാലഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ റിസ്ക് എടുത്തൊരു ഖബർ ഇതായിരുന്നു. കാരണം ഇതിനു വേണ്ടി ഒരുപാട് ഗവേഷകർ തിരഞ്ഞു നടന്നിട്ടുണ്ട്. അവസാനം ഇത് ഗവേഷണം ചെയ്യുന്ന ഒരാൾക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കുടുക്ക വെക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കൊണ്ടുവരുന്ന കുടുക്ക വെക്കാൻ വേണ്ടിയിട്ട് മണ്ണ് മാറ്റിയപ്പോഴാണ് ഇതിൻ്റെ ചില അവശിഷ്ടങ്ങൾ കാണുന്നതും പിന്നീട് അത് കണ്ടെത്തുന്നതൊക്കെ. ഇതിലേക്ക് കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല, കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ എക്സ്കവേഷൻ എടുത്തപ്പം, ഇത് കുഴിച്ചെടുത്തപ്പം തൂത്തൻഖാമൻ്റെ ഖബറിന്ന് കിട്ടിയ സാധനങ്ങളാണിത്. അത് ഇതുപോലെ തന്നെ സ്വർണത്തിൻ്റെ മൃഗങ്ങൾ, പെട്ടികൾ, പിന്നെ പാറാവാര രൂപങ്ങൾ, ഇവരൊക്കെയാണ് ഇത് എക്സ്കവേഷൻ നടത്തിയത്. ഇതൊക്കെ കോടിക്കണക്കിന് വില വരുന്ന സാധനങ്ങളാണ്. ഇത് പലതും ഇന്ന് മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ ചെയറൊക്കെ മ്യൂസിയത്തിലുണ്ട്. ഇത് അന്നത്തെ എക്സ്കവേഷൻ്റെ സമയത്ത് കൊത്തിയെടുക്കുന്ന മലകളുടെ രൂപമാണിത്. കിട്ടുന്നിടത്തൊക്കെ തെരഞ്ഞ് മാന്തിയിരുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇതൊക്കെ സ്വർണ്ണത്തിൽ, ഫുൾ സ്വർണ്ണത്തിലാണിത്. ഇത് പിന്നെ മ്യൂസിയത്തിൽ ഇതിൻ്റെ ഉണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ തൂത്തൻഖാമൻ്റെ മമ്മിഫിക്കേഷൻ എടുക്കുകയാണ്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല മ്യൂസിയത്തിൽ പോയാൽ. ഇതൊക്കെ അവിടെ ഉണ്ട്. സ്വർണ്ണം, ഫുള്ള് സ്വർണ്ണമാണ്. ഇത്രയും സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് കണ്ടോ മൃഗങ്ങളൊക്കെ കണ്ടോ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ മരിച്ചാൽ അവരുടെ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ അവരോടൊപ്പം വെക്കുന്ന ഒരു സിസ്റ്റം അവർക്കുണ്ടായിരുന്നു. തൂത്തൻഖാമൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലം 700 ഇതിന് കൊടുക്കണം. അപ്പം തൂത്തൻഖാമൻ്റെ അതിൽ കയറിയില്ല. അതിൽ കയറാൻ വീണ്ടും 700, വീണ്ടും 1200, 1100 രൂപ വീണ്ടും വേണം. പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പം നമ്മൾ കണ്ട പോലെയൊക്കെ തന്നെ അതിനൊരു 700 കൊടുക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് അതിൽ കയറുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഒരു ഫറോവയുടെ ഖബറുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്, അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടച്ചിരിക്കുകയാണ്. അവിടെ ഒന്നുണ്ട്, അതും അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ മല തുറന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ഇതുവരെ നടത്തിയത്. എത്ര മല തുറന്നിട്ടുണ്ടാവുന്നു. ഇത് മഖബറത്തു 35 അംഇനഫെറ്റഫ്, 2ാമൻ്റെ ഖബറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്.
ഇത് അടച്ചിട്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ജനുവരി 18 ഇപ്പം ഇന്ന്. ഇവിടെ ശരിക്കും തണുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് ഇത്ര ഈ വെയിലത്തും സുഖമായിട്ട് നടക്കാൻ കഴിയുന്നത്. എന്നാലും ചൂടുണ്ട്. ചൂട് കാലത്തൊക്കെ ഇങ്ങോട്ട് വരാൻ നിന്നാൽ ചുട്ടുകൊള്ളും. ഈ മലൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പം കയറിയത് കേട്ടോ. ഇതുണ്ടോ, ഇനി അടുത്തൊരു മലൻ്റെ ഉള്ളിൽ എൻട്രൻസ് കാണുന്നുണ്ട്. ഇതൊന്നും പിരമിഡ് ആയിരുന്നോ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് പിരമിഡ് പൊളിഞ്ഞു പോയതാണോ എന്നതിനെക്കുറിച്ച് എനിക്ക് വല്ല ഐഡിയ ഇല്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു മലൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഗതിയൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, അത് ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പലും ഇതിലൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ ചരിത്ര കിതാബുകളിൽ കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷമൊക്കെയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള ഫറവോമാരും മൂസാ നബീൻ്റെ ചരിത്രമൊക്കെ ഉണ്ടാവുന്നത്. ഈ കിബിത്തികൾ എന്ന് പറഞ്ഞാൽ ഫിറൗൻ്റെ ആൾക്കാരുണ്ടല്ലോ, കിബിത്തികൾ, അവർ യഥാർത്ഥത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ്റെ സന്തതികളാണെന്ന് ഒരു ചരിത്ര കിതാബിൽ കാണുന്നുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിർഔനിനെ കുഴിച്ചിട്ടിരുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, റാംസിസ് രണ്ടാമനെ അടക്കിയിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിർഔനെ കുഴിച്ചിട്ടിരുന്ന സ്ഥലമാണ് ഈ ഒരു മലൻ്റെ അടിയിൽ. കണ്ടോ, ഇന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിറൗനെ അടക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് റാംസിസ് 9 ഫിറൗൻ 9 കുഴിമാടം കാണാനാണ്. അപ്പോൾ അതിലേക്ക് ഇതിലെങ്ങനെ പോയിട്ട്, ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് കാണുന്നത്. പോയി നോക്കാം. താങ്ക് യു. അപ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഉള്ളിലേക്ക് പോവാം. ഇവിടെ കയറുന്നോട് തന്നെ എഴുതിയിട്ടുണ്ട് മക്ബറത്തു റഖം 9 താസിയ, റാംസിസ് 9 ഖബർ. ഇതിൻ്റെ വരുന്ന വഴിയിലും ഇഷ്ടംപോലെ ചിത്രങ്ങളും കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് അടുത്തായതുകൊണ്ട് തൊടാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു നല്ല രസത്തിൽ സ്വർണ്ണ കളറിൽ ഉള്ള പെയിൻറ്റിങ് കൊടുത്ത് ആണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അറകളുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ ചിത്രങ്ങൾ കൊഴുതി വെച്ചിട്ടാണ്. എത്ര സമയത്തെ പണി ഉണ്ടാവും അത്. ഇവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ രൂപത്തിലുള്ള ഒരു സാധനമാണുള്ളത്. പെണ്ണുങ്ങൾ പാടത്ത് കൃഷി ചെയ്യുന്നത്. ഇവിടെ ഒരു മൃഗത്തിൻ്റെ ചിത്രം ഉണ്ടായി, ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് എൻട്രൻസ് ഇല്ല. അസ്സലാമു അലൈക്കും. അവിടെയാണ് ഈ റാംസിസ് 9 മറമാടിയിരുന്നത്. അടിയിലേക്ക് കണ്ടോ, അവിടെ ഒരു കുഴിമാടുണ്ട്. അവിടെ നിന്നാണ് ഇത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ അയാളുടെ ബാക്കി സാധനങ്ങൾ കുഴിച്ചിട്ട സ്ഥലമായിരിക്കും ഉണ്ടാവുക. അയാളുടെ സ്വത്തുകൾ, സ്വർണ്ണങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മരണശേഷം സ്വർഗമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് എന്തായി കഴിഞ്ഞാൽ പിന്നെയും ഉള്ളിലേക്ക് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ അന്ന് മരിക്കുന്ന ഫറവോമാരുടെ എല്ലാ സാധനങ്ങളും അടക്കിയിരുന്ന സ്ഥലമായിരുന്നു. മൃഗങ്ങൾ, നായകൾ, അതുപോലെ തന്നെ മുതല, അയാൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം, മുതൽ, സ്വർണം എല്ലാം ഇവിടെ ഈ ഫറവോ മരിക്കുന്ന സമയത്ത് അയാളോടൊപ്പം കുഴിച്ചിടുന്ന രൂപം ഉണ്ടായിരുന്നു. ഒക്കെ മമ്മിഫിക്കേഷൻ ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ പാമ്പിനെ ആരാധിക്കുന്ന ശീലം ഉണ്ടായിരുന്നവർക്ക് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഫറവോ കിടന്നിരുന്നത്. ഇവർക്ക് പാമ്പിനെ ആരാധിക്കുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു ഫറവോമാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തത് പാമ്പിനെ കൊത്തിപ്പിച്ച് കണ്ടാണ്. പാമ്പിനെ കൊണ്ട് വിഷം അറക്കിച്ചിട്ടാണ് ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അന്ന് മുതലേ ഇവർക്ക് പാമ്പുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. പാമ്പിനെ ആരാധിച്ചിരുന്നു. അങ്ങനെയൊക്കെ കുറേ സംഗതികളുണ്ട്. ഇത് അന്നത്തെ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ആ വസ്ത്രധാരണത്തെ പ്രതിനിധീകരിക്കുന്ന, സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഇവിടെയൊക്കെ അതുപോലെ തന്നെ സ്ത്രീകൾ, പാമ്പുകൾ, പാമ്പിൻ്റെ തല, ഇതൊക്കെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്ത് കടന്നിട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു കാലഘട്ടത്തിൽ ഗവേഷകർ ഈ മല നിരങ്ങി ഇറങ്ങിയിരുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് കണ്ടെത്താൻ. അതിൽ നിന്ന് സ്വത്തുണ്ടാക്കിയവരും പിടിച്ചെടുത്തവരും അതുകൊണ്ട് പൈസക്കാരായവരൊക്കെ ഉണ്ടാവും. കാരണം അത്രയും നിധികളായിരുന്നു ഈ മണ്ണിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. എന്തൊരു ഹൈറ്റാണ്. ഇതൊക്കെ തുരന്നെടുത്താണ് ഈ നിധി കിട്ടാൻ വേണ്ടിയിട്ട്, ഇവരുടെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്, സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ടിട്ടോ, ആദ്യകാലത്ത് ഇവിടുന്നൊക്കെ മമ്മികളെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ നെറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും. പലതും പൊളിച്ചെടുത്ത് മമ്മികളെടുത്ത് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി ആളുകൾക്ക് വിൽക്കും. പല രാജ്യങ്ങളിൽ നിന്നും കച്ചവടക്കാർ വന്ന് അത് വാങ്ങിക്കൊണ്ടുപോകും. പല രാജ്യത്തെ പണക്കാരും ആ മമ്മികളെ പൊളിച്ച് പൊടിയാക്കി
ആ പൊടി കഴിക്കും. ഇത്രയും കാലം മമ്മികൾ കേടുകൂടാതെ നിന്നതുകൊണ്ട് ആ പൊടി കഴിച്ചാൽ ദീർഘായുസ് കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മമ്മികളുടെ പൊടികൾ പല മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നും മമ്മികളെ മാന്തിയെടുക്കുകയും അങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യുന്ന കാലം നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ബാക്കിയായ അവശിഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിലപിടിപ്പുള്ള ധനങ്ങളും നിധികളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള മമ്മികളാണ് ഇന്ന് മ്യൂസിയത്തിലും ഒക്കെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വന്നാൽ കടകളും വെള്ളം കാര്യം കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഡബിളും ട്രിപ്പിളും ആയിരിക്കും ഇതിൻ്റെയൊക്കെ വില. അതുകൊണ്ട് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ തന്നെ നിൽക്കുന്നില്ല, ഏറെ പോവാ. ഇതൊക്കെ എന്താ വെച്ചാൽ യൂറോപ്യൻസിനാണെങ്കിൽ അമേരിക്കൻസിനൊന്നും വലിയ പ്രശ്നമില്ല. അവർക്ക് ഡോളർ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പം അത്യാവശ്യം കിട്ടണമുണ്ട്. അവർക്ക് $1 $2 എന്നൊക്കെ പറഞ്ഞാൽ നടക്കും. നമ്മൾ ഇന്ത്യൻസ് ഡോളർ ആക്കുമ്പോൾ അതിൻ്റെ വില മാററ്റുണ്ടാവും. അതുകൊണ്ടാണ് ഈ ടിക്കറ്റിനൊക്കെ നമുക്ക് ഓവർ പ്രൈസ്ഡായി തോന്നണേ. പിന്നെ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകണം കേട്ടോ. ഇതൊക്കെ ഈ മലകളൊക്കെ തുറന്നുണ്ടാക്കിയാണ് കേട്ടോ. അവിടെയൊക്കെ എത്ര ഇടത്താണ് തുറന്നതെന്നോ. ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. 4 ആൾക്കാർ വരും കേട്ടോ കച്ചവടം ചെയ്യാൻ. 5 പറയും, പിന്നെ 3 ആക്കും ഡോളർ, പിന്നെ 2 ആക്കും, 1 ആക്കും. നമ്മൾ ചോദിക്കാതെ തന്നെ അങ്ങനെ കുറച്ച് കൊണ്ടിരിക്കും കണ്ടോ. കച്ചവടം നടത്തുകയാണ്. ഭയങ്കര പൈസയാണ് ഒരു അർത്ഥത്തിൽ ഇങ്ങോട്ടൊക്കെ. 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് വന്നു, വണ്ടി നിർത്തുന്നിടത്തെത്തി. ഓൾ ടിക്കറ്റ് ആർ ടു എക്സ്പെൻസീവ്. കാഴ്ചകൾ കണ്ട് സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പം സമയം ഇപ്പോൾ ഇവിടെ 4:15, ഏകദേശം 5 സംതിങ്ങിനൊക്കെയാണ് മഗ്‌രിബ് ബാങ്ക്. എൻ്റെ ജമ്മും കസൂറാണ് നിസ്കാരം. അപ്പം ഇവിടെ ഒരു പള്ളി കണ്ടു. അപ്പം ഇവിടെ കയറി നിസ്കരിക്കാം. ആദ്യം വുളു എടുക്കുന്ന സ്ഥലം. എന്തായാലും ഒരു കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. എന്തൊക്കെ പള്ളിയാണ്. വുളു എടുക്കാനൊരു സ്ഥലം വേണമല്ലോ. ഇതായിരിക്കുമോ? തന്നെ ആയിരിക്കും. നല്ലൊരു രസമുള്ള പച്ചപ്പൊക്കെയുള്ള സ്ഥലം കേട്ടോ. എന്താ അവിടെ വുളു എടുക്കാനുള്ള സ്ഥലമുണ്ട്, ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അസ്സലാമു അലൈക്കും. അവിടെ കുഴിച്ചിട്ടുണ്ടാക്കുകയാണേ നല്ല ആൾക്കാരെ. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഏതോ ഒരു സ്ഥലം കൂടി കാണാനുണ്ടായിരുന്നു, ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതാ തിരിച്ചു പോവാണ്. ഇന്നലെ രാത്രി കണ്ട വില്ലേജിൻ്റെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുപിടിക്കുന്നത്. പാടം ഒക്കെ കണ്ടില്ലേ, പാടം കാണാം. അങ്ങനെ മരുഭൂമി പോലെയുള്ള മൊട്ടക്കുന്നിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈജിപ്ത് ഒരു കാലത്ത് കൃഷിയുടെ കേന്ദ്രമായിരുന്നു. നൈൽ നദിക്ക് ചുറ്റുഭാഗത്തും ഇഷ്ടംപോലെ കൃഷികളുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിൻ്റെ ഉറവിടം ഈജിപ്തായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് പല നാട്ടിൽ നിന്നും കനാനിൽ നിന്നൊക്കെ ഭക്ഷണത്തിന് ഈജിപ്തിലേക്ക് വരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും പറയാം ഇൻഷാ അള്ളാഹ്. ഒരാൾ തോക്കും കൊണ്ട് സൈക്കിളിൽ പോണേ, സെക്യൂരിറ്റിക്കാരനായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അവിടെയൊക്കെ അതാ കൃഷി ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. പലതരത്തിലുള്ള കൃഷികളുണ്ട്. അങ്ങ് ദൂരത്ത് കരിമ്പ് കൃഷിയാണ് കാണുന്നത്. ഇവിടെ മറ്റെന്തോ ഒരു കൃഷിയാണ്. ഏതായാലും നമുക്ക് ഒഴിവിനനുസരിച്ച് ഇവിടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഒരു കഴുത ഇതാ നിൽക്കുന്നത് ഇവിടെ. ഇവിടെയൊക്കെ വലിയ വീടുകളും ചെറിയ വീടുകളൊക്കെ ഉള്ള ഗ്രാമങ്ങളാണ് കേട്ടോ. ചിലതൊക്കെ വലിയ വീടാണ്, ചിലതൊക്കെ ചെറിയ വീടാണ്. ഇത് ഇവിടുത്തെ എന്തോ ഒരു കടയാണ്, റേഷൻ കട പോലെ. അത്യാവശ്യം ഗോഡൗണൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഉള്ള ഏരിയയിൽ പോകുമ്പോൾ ആ വലിയൊരു വീട് കാണുന്നു. എന്തൊരു പവറാണാനെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയേ. അൽഹംദുലില്ലാഹ്. ഒരുപാട് കാഴ്ചകൾ കണ്ടു. ലക്സോറിൽ തന്നെയാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവാണ്. ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ പുറത്തത്തെ രാത്രി കാഴ്ചയാണ്. ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അവിടെ വേണമെങ്കിൽ പോയിരിക്കാം.